കൃഷി അറിവുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തോളുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് കൊക്കോ കൃഷിയെക്കുറിച്ചുള്ള വിവരണമാണ്. തിയോബ്രോമ കക്കാവോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കൊക്കോ നമ്മുടെ കേരളത്തിലെ കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഒരു വിളയാണ്. കൊക്കോയ്ക്ക് ഇപ്പോൾ നല്ല വില ലഭിക്കുന്നത് കൊണ്ട് തന്നെ കർഷകർ കൊക്കോ കൃഷിയിലേക്ക് തിരിയുന്നതിനായി അതിൻ്റെ ഏതെല്ലാം ഇനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവുമായി കൊക്കോ തൈ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് കൊക്കോ കൃഷി ചെയ്ത് ഏകദേശം 30,000 ടണ്ണോളം ആവശ്യമാണെന്നിരിക്കെ ഉൽപ്പാദനക്ഷമത ഏകദേശം 11,000 ടണ്ണ് മാത്രമാണുള്ളത്. പ്രകൃതിദത്തമായ ഒരു ചോക്ലേറ്റ് നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ് കൊക്കോ. മാത്രമല്ല കൊക്കോയുടെ വെണ്ണ അല്ലെങ്കിൽ എണ്ണ പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് കൊക്കോയുടെ ഉൽപ്പാദനം വളരെ കൂടുതലായിട്ട് ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കൊക്കോ ചെയ്യുന്ന പ്രദേശം എങ്ങനെയുള്ളതായിരിക്കണം അല്ലെങ്കിൽ മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഏകദേശം 1-1.5 മീറ്ററെങ്കിലും താഴ്ചയോടും മണ്ണിളക്കമുള്ളതും എന്നാൽ നല്ല നീർവാർച്ചയുള്ളതുമായ പ്രദേശത്താണ് കൊക്കോ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഏകദേശം 50 സെൻറ്റിമീറ്റർ 45 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ താഴ്ചയുള്ള ഒരു കുഴിയെടുത്ത് അത്രയും തന്നെ വിസ്താരവുമുള്ള കുഴിയെടുത്ത് അതിൽ ജൈവവളം ഇട്ട് മണ്ണുമായി മിക്സ് ചെയ്ത് ആ മണ്ണിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ പുതിയ തൈ വയ്ക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ നടീൽ രീതി. നടുമ്പോൾ വെള്ളമൊഴിച്ച് അതിൻ്റെ ചൂട് ഭാഗം തറഞ്ഞു പോകാതിരിക്കുവാൻ തക്കവണ്ണം പുതയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടെ നമ്മൾ അവലംബിക്കേണ്ടതായിട്ട് വരും. പല കർഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ഇനമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കേരള കാർഷിക സർവകലാശാല CCRP ഇനത്തിൽ 1 മുതൽ CCRP 1 മുതൽ 10 വരെ CCRP 1, CCRP 2 എന്നീ ഗണത്തിൽ ഏകദേശം 10 വരെ ഗുണമേന്മയുള്ള നല്ല ഇനം കൊക്കോ തൈകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് 1 മുതൽ 10 വരെ ഉള്ള ചെടികൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള ഇനങ്ങൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നതും നല്ലതാണ്. ഈ തൈ വയ്ക്കുമ്പോൾ നമ്മൾ നാടൻ ഇനങ്ങൾ ഇതിൻ്റെ കൂടെ കലർത്തി വയ്ക്കുവാൻ ഇടവരരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ ഇനം തൈ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിത്ത് പാകി കിളർപ്പിച്ച് വേറൊരു തോട്ടം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബഡ് ചെയ്ത അല്ലെങ്കിൽ നല്ല അത്യുൽപാദന ശേഷിയുള്ള വികസിപ്പിച്ചെടുത്ത ഇനങ്ങളിൽ മാത്രം വിത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ 1 മുതൽ 10 വരെയുള്ള ഇനങ്ങൾ മിക്സ് ചെയ്ത് കൃഷി ചെയ്യാം, അതല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ഇനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൃഷി ചെയ്യാം, അതല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള ഇനങ്ങൾ മിക്സ് ചെയ്ത് കൃഷി ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വിളവാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള തൈകൾ ഉത്തരവാദിത്തപ്പെട്ട നഴ്സറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്തിട്ട് ആ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ കായ് ഉണ്ടാകുന്ന ഏകദേശം ഒരു 80 മുതൽ 100 കായകൾ വരെയെങ്കിലും ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന ഇനത്തിൻ്റെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ കായ് പറിച്ചെടുത്ത് നമ്മൾ പഴുപ്പിച്ച് അതിൻ്റെ വിത്ത് ശേഖരിച്ച് വേണം നമുക്ക് മുളപ്പിച്ച് നടുവാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് 100 കായ് ഉണ്ടായെങ്കിലും ഏകദേശം ഒരു കായ്ക്ക് 300-350 ഗ്രാം തൂക്കമെങ്കിലും വരുന്നൊരു ഇനമാണെങ്കിൽ നല്ല വിളവ് തന്നെ നമുക്കതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ 50 സെൻറ്റിമീറ്റർ താഴ്ചയും വ്യാസവുമുള്ള കുഴികൾ എടുക്കുമ്പോൾ കുഴിക്കകത്ത് നമ്മൾ ചേർക്കേണ്ടതായ വളങ്ങൾ സുപ്രധാനമായിട്ടും അതിനകത്ത് ജൈവ വളങ്ങളാണ് ചേർക്കുവാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല, ഏറ്റവും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ അത് അങ്ങനെ വാങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ലഭ്യത കുറവുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി
അതുപോലെ തന്നെ ഓർഗാനിക് പൊട്ടാഷ് എന്നിവ ചേർന്നിട്ടുള്ള ഒരു ജൈവ സമൃദ്ധി എന്ന് പറയുന്ന ഒരു വളം മാർക്കറ്റിൽ ലഭ്യമാണ്. ആ വളം വാങ്ങിച്ചാണെങ്കിലും നമുക്ക് ഈ കൊക്കോ കൃഷിക്ക് അടിവളമായിട്ട് നമുക്കത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊക്കോ ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൂടുതൽ കായ്കളുണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്നതിനായിട്ട് അതിന് രാസവളപ്രയോഗം ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ടതായ ഒരളവ് ഇപ്രകാരമാണ്: 100 ഗ്രാം നൈട്രജൻ, 40 ഗ്രാം ഫോസ്ഫേറ്റ്, 140 ഗ്രാം പൊട്ടാഷ് എന്നീ അനുപാതത്തിലാണ് നാം ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് യൂറിയ ഫോസ്ഫേറ്റ് പൊട്ടാഷ് അല്ലെങ്കിൽ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 216 ഗ്രാം യൂറിയയും 285 ഗ്രാം രാജ്ഫോസും 235 ഗ്രാം മിറേറ്റ് പൊട്ടാഷും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ആ NPKയുടെ, അതായത് 100 ഗ്രാം നൈട്രജനും 40 ഗ്രാം ഫോസ്ഫേറ്റും 140 ഗ്രാം പൊട്ടാഷ്യം ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു വളപ്രയോഗം നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ചെറിയ തൈകളാവുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ വളപ്രയോഗത്തിൻ്റെ അളവിൻ്റെ 1/3 ഭാഗം മാത്രം കൊടുത്താൽ മതിയാകും. സാധാരണ രീതിയിൽ ജൈവവളപ്രയോഗം ചെയ്തിട്ടുള്ള കൃഷിക്കാണ് ഞാൻ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏകദേശം ഒരു 2 വർഷം 2.5 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ 1/2 ഭാഗം എന്ന റേഷ്യോ കണക്കാക്കിയിട്ട് കൊടുക്കണം. വളർച്ചയെത്തി നന്നായിട്ട് കാച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ രീതിയിൽ തന്നെ 100 ഗ്രാം നൈട്രജനും 40 ഗ്രാം ഫോസ്ഫേറ്റും 140 ഗ്രാം പൊട്ടാഷ്യം ലഭ്യമാകുന്ന തരത്തിൽ ഒരു വർഷം കിട്ടാകുന്ന രീതിയിൽ അത് നമ്മൾ കൊടുക്കണം. കൂടാതെ ജൈവവളം നമുക്ക് ആവശ്യാനുസരണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കൂടാതെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിൽ, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇത്തിരി മണ്ണും കൂടെ ഇട്ട് മൂടിയിടുന്നത് വളരെ നല്ലതായിരിക്കും. നനയ്ക്കുമ്പോൾ എപ്പോഴും പൊതയിട്ട് കൊടുത്ത് വേണം നനയ്ക്കേണ്ടത്. എല്ലാ വർഷവും പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊക്കോയ്ക്കുണ്ട്. അത് സാധാരണ രീതിയിൽ കൊക്കോ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വെച്ച് വിളവെടുക്കുന്ന ഒരു സിസ്റ്റമാണ് കൊക്കോയ്ക്കുള്ളത്. അപ്പോൾ സമയം കിട്ടുന്ന മുറയനുസരിച്ച് അല്ലെങ്കിൽ വിളവെടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് നിർത്തുന്ന ഒരു രീതിയുണ്ട്. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കാച്ച് തീർന്നതിന് ശേഷമുള്ള കൂടുതൽ ഇലക്കൊഴുപ്പോടു കൂടി ഉണ്ടായിട്ടുള്ള കൊമ്പുകൾ നിർത്തിക്കൊണ്ടും മറ്റു ഉണങ്ങി അല്ലെങ്കിൽ പ്രായമായ കൊമ്പുകൾ മുറിച്ച് മാറ്റിക്കൊണ്ടും നിലനിർത്തുന്ന ഒരു രീതിയാണ്. എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം കിട്ടാവുന്ന തരത്തിൽ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊക്കോ കൃഷി ചെയ്യുമ്പോൾ തെങ്ങ്, കമുക് പോലുള്ള വിളകളുടെ ഇടവിളയായി കൃഷി ചെയ്യാൻ ഏറെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ഏകദേശം 45% മുതൽ 50% വരെ തണൽ ലഭിക്കുന്നത് കൊക്കോയ്ക്ക് ഏറെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തെങ്ങ് മാത്രം കൃഷി ചെയ്തിട്ടുള്ള ഒരു തോട്ടങ്ങളിലാണെങ്കിൽ ഏകദേശം 7.5 മീറ്റർ അകലത്തിലായിരിക്കണം തെങ്ങ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സെൻട്രലിലൂടെയുള്ള ആ ലൈനിൽ ഏകദേശം ഒരു 3 മീറ്റർ അകലത്തിലെങ്കിലും നമുക്ക് കൊക്കോ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. തെങ്ങിന് കൊടുക്കുന്ന വളം കൂടാതെ കൊക്കോയ്ക്ക് സെപ്പറേറ്റായിട്ട് വളം കൊടുക്കുവാനുള്ള ഒരു കാര്യക്ഷമത കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കമുകിൻ തോട്ടത്തിലാണെങ്കിൽ ഏകദേശം 3-3.5 മീറ്റർ നീളത്തിൽ അകലത്തിലൊക്കെ ആയിരിക്കും കമുക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിടവിട്ട കമുകിനിടയ്ക്കായിട്ട് ഒരു കൊക്കോ തൈ വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വിളകളും സമ്മിശ്രമായി കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലാവുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് നോക്കി നമുക്കൊരു കൊക്കോയ്ക്ക് നിൽക്കാവുന്ന, വെളിച്ചം കിട്ടാവുന്ന തരത്തിലുള്ള ഗ്യാപ്പുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് കൊക്കോ കൃഷി ചെയ്യുവാനായിട്ട്. കൊക്കോയുടെ ചെറു കമ്പുകളെയും അതുപോലെ തന്നെ കായ്കളെയും നീര് വലിച്ചു കുടിക്കുന്ന ഒരു കീടമാണ് മീലിമൂട്ട എന്ന് പറയുന്നത്. കൊക്കോയുടെ പ്രതലങ്ങളിൽ ഒരു തരം ചെറിയ കുഴികൾ കാണപ്പെടുകയും ആ ഭാഗം കറുത്ത പുള്ളിക്കുത്തുകൾ കാണപ്പെടുകയും ചെയ്യുന്നു. ആ കൊക്കോ കായ ഉണക്കിക്കളയുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ചെറു കമ്പുകളെല്ലാം ഉണങ്ങിപ്പോകുന്ന തരത്തിലേക്ക് ആക്രമിക്കുന്ന ഒരു കീടമാണ് മീലിമൂട്ട. ഈ മീലിമൂട്ടയെ നശിപ്പിക്കാൻ നമുക്ക് ഡൈമെത്തേറ്റ് എന്ന് പറയുന്ന ഒരു കീടനാശിനി മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഏകദേശം 160 മില്ലി
100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാം. അതല്ലെങ്കിൽ അസഫേറ്റ് ടെക്നിക്കലായിട്ടുള്ള ഒരു കീടനാശിനിയുണ്ട്. അതാകുമ്പോൾ 1.5 ഗ്രാം മുതൽ 2 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാലും നമുക്ക് ഈ മീലിമൂട്ടയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇതൊന്നും ഇല്ലെങ്കിൽ ക്ലോർഫൈറിഫോസ് എന്ന ടെക്നിക്കിൽ 20 EC മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാലും ഈ മീലിമൂട്ടയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്ത് തേയില കൊതുക് എന്ന് പറയുന്ന ഒരിനം ഒരു കൊതുകാണ്. അത് പൂവുണ്ടാകുമ്പോൾ മുതൽ പൂവിനെ ആക്രമിക്കുന്ന ഒരു തരം കീടമാണ്. അതിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടായി കഴിഞ്ഞാൽ പരാഗണം നടക്കുന്നതിന് മുമ്പ് ഈ തേയില കൊതുകിൻ്റെ ആക്രമണം ഉണ്ടായാൽ പരാഗണം നടക്കാതെ അത് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വിശേഷം കാണുന്നു. അതുപോലെ തന്നെ ഒരല്പം പ്രായമായിട്ട് പരാഗണം നടത്ത് കായ് പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉപദ്രവമെങ്കിൽ കായയുടെ പുറമെ ഒരുതരം കറുത്ത കുത്തുകൾ കാണപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കീടങ്ങൾക്കും ഞാൻ ആദ്യമേ പറഞ്ഞ മീലിമുട്ടയ്ക്ക് പറഞ്ഞ അതേ കീടനാശിനി തന്നെ അതേ അളവിൽ തന്നെ പ്രയോഗിച്ചാൽ നമുക്ക് അതിനെയും നിയന്ത്രിക്കാം. അടുത്തത് തണ്ടുതുരപ്പൻ പുഴുവാണ്. തണ്ടുതുരപ്പൻ പുഴു തണ്ട് മാത്രമല്ല കായ് തുരന്ന് കളയുന്ന ഒരു രീതിയും കൂടിയുണ്ട്. ഇത് ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും ചെടിയെ ബാധിക്കാവുന്ന ഒന്നാണ്. തണ്ടുതുരപ്പൻ പുഴു വന്നാൽ പ്രത്യേകിച്ച് തയ്യായിരിക്കുമ്പോൾ തണ്ടുതുരപ്പൻ വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് തണ്ട് തുരന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തിന് മുകൾ ഭാഗത്തേക്ക് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ വിശേഷം കാണുന്നു. ഇതിന് നമുക്ക് അസഫേറ്റ് 75 എന്ന കീടനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുകയോ അല്ലെങ്കിൽ ക്ലോർഫൈറിഫോസ് എന്ന കീടനാശിനി 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുകയോ ചെയ്താൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധി. അടുത്തത് ഒരു ഉപദ്രവം എന്ന് പറയുന്നത് അണ്ണാൻ്റെയും എലിയുടെയും ഉപദ്രവമാണ്. എലിയെ സംബന്ധിച്ചിടത്തോളം എലിക്ക് നമുക്ക് സിങ്ക് ഫോസ്ഫൈഡ് അതല്ലെങ്കിൽ റാറ്റോൾ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം, അതുപോലെ തന്നെ റാറ്റോൾ കേക്ക് രൂപത്തിലുള്ള എലിവിഷം, അതുപോലെ തന്നെ കിക്രാറ്റ് ബൈറ്റ് ഗോതമ്പ് വിഷം പിടിപ്പിച്ചിട്ടുള്ള വിഷങ്ങൾ, ഇങ്ങനെയുള്ള വിഷങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എലിയെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അണ്ണാനാണെങ്കിൽ നമുക്കതിനെ അണ്ണാനെ പിടിക്കുന്ന കെണികൾ, പെട്ടികൾ പോലുള്ള സാധനങ്ങൾ വെച്ച് പിടിച്ച് തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിൽ അതിനെ നിയന്ത്രിക്കുകയാണ് ഏറെ നല്ലത്. അടുത്ത ചില രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വാസ്കുലാർ സ്ട്രീക്ക് ഡൈബാക്ക് എന്ന് പറയുന്ന ഒരു രോഗം കൊക്കോ ചെടിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊക്കോ ചെടി തയ്യായിരിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെ കൂമ്പിലകൾക്ക് താഴെ 2-3 ഇലകൾക്ക് താഴെയുള്ള ഇലകൾ മഞ്ഞളിച്ച് അത് ഇല പൊഴിഞ്ഞു പോവുകയും ഇലയിൽ ചെറിയ വെള്ളപ്പൊട്ടുകൾ പോലെ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി. കുറച്ച് കഴിയുമ്പോൾ ആ ചെടി മുരടിച്ച് ഉണങ്ങി നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ വാസ്കുലാർ സ്ട്രീക്ക് ഡ്രൈബാക്ക് എന്ന് പറയുന്ന രോഗം കൊണ്ട് കാണപ്പെടുന്നത്. ഇതിന് നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾനാശിനി കൊണ്ടോ അതല്ലെങ്കിൽ ഡിവോണ എന്ന് പറയുന്ന ഒരു കുമിൾനാശിനി കൊണ്ടോ നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ ഏകദേശം 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിച്ചു കൊടുത്താൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഡിവോണ എന്ന കുമിൾനാശിനിയാണെങ്കിൽ 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്തൊരു രോഗമാണ് കായകറുപ്പൻ രോഗം എന്ന് പറയുന്നത്. കറുത്ത കായകൾ, ചെറിയ കായകളായിരിക്കുമ്പോൾ കറുത്ത് ഉണങ്ങി അതിൽ തന്നെ ഉണങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതൊരു ഫംഗൽ ഡിസീസ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമായതിനാൽ നമുക്കിതിനെ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന കുമിൾനാശിനി ഉപയോഗിച്ച് ഏകദേശം 2-2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ചെറുകായ് വാട്ടം അല്ലെങ്കിൽ കായ് വാട്ടരോഗം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പൊള്ളൽ രോഗം എന്നൊക്കെ പറയുന്നതായിട്ട് കർഷകരുടെ ഇടയിൽ അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്. ഒരു കായ് എടുത്തു കഴിഞ്ഞാൽ ആ കായയുടെ ഏതെങ്കിലും ഒരു സൈഡ് കുറച്ച് ഭാഗം കറുത്ത പാട് വരികയും ആ ഭാഗം ചീഞ്ഞ് ഉണങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം. ഇതും ഒരു ഫംഗൽ ഡിസീസ് ആയതുകൊണ്ട് നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഡിവോണ എന്ന് പറയുന്ന കുമിൾനാശിനിയോ അതല്ലെങ്കിൽ ബോർഡോ മിശ്രിതമോ അതെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡോ ഇതേതെങ്കിലും ഒരു കുമിൾനാശിനി ഉപയോഗിച്ച് നമുക്ക് ഈ രോഗത്തെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അതിന് ബോർഡോ മിശ്രിതമാണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ 1% വീര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബോർഡോ മിശ്രിതം ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴാവുന്ന തരത്തിൽ തളിക്കുകയും കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 2 മുതൽ 2.5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലർത്തി ചെടിയിൽ എല്ലാ ഭാഗത്തും തളിക്കുകയും ചെയ്യുക. അതുപോലെ ഡിവോണയാണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാലും ഈ രോഗത്തെ നമുക്ക് നിശേഷം മാറ്റിയെടുക്കാവുന്നതാണ്. കൊക്കോ കൃഷിയെക്കുറിച്ച്
ഒരു കർഷകൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോയുമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ വീഡിയോ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.